നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ കുടുംബത്തെയോ ഏതെങ്കിലും തിന്മകൾ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ, പൈശാചിക ശക്തിയുടെ പീഡ നിങ്ങളിൽ ഉണ്ടുവെങ്കിൽ അതിനെ തകർത്ത് കളയാൻ പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലൂടെ സ്വർഗം തന്ന ഒരു ആയുധത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സമയം ചിന്തിക്കുന്നത്. ഉറപ്പുള്ള വിശ്വാസത്തോടും ഉത്തമ ബോധ്യത്തോടും കൂടി ഈ ആയുധം നിങ്ങൾ കൈകൾ കൊണ്ടെടുത്ത് നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് കൺമുമ്പിൽ എന്നതുപോലെ പരാജയപ്പെടുന്നത് കാണാൻ സാധിക്കും. മുൻ സാത്താൻ ആരാധകയെന്ന് വിശേഷിപ്പിക്കുന്ന ദെബോറ എന്ന സ്ത്രീ മാനസാന്തരപ്പെട്ട് പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ദെബോറ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. മുൻ സാത്താൻ ആരാധക എന്ന ജീവിതക്കുറിപ്പ് എന്ന പുസ്തകം എഴുതിയിട്ട് വിളിച്ചു പറയുകയാണ്, പിശാച് ഭയപ്പെടുന്ന 5 ആയുധങ്ങളുണ്ട്. എന്നാൽ പിശാച് തന്നെ അത് വിശ്വാസികളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിശ്വാസി ഉത്തമ ബോധ്യത്തോടും ഉറപ്പുള്ള വിശ്വാസത്തോടും ഈ ആയുധം എടുത്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ പിശാചിന് കഴിയുകയില്ല. എന്നാൽ അനേക വിശ്വാസികൾ ഈ ആയുധങ്ങൾ എടുക്കുന്നുണ്ട്. അവർക്ക് ഉറപ്പുള്ള വിശ്വാസമോ ഉത്തമ ബോധ്യമോ ഇല്ലാത്തത് കൊണ്ട് പിശാചിന് അവരെ ഭയമില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ആയുധത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ആയുധമാണ് ജപമാല പ്രാർത്ഥന. ജപമാല നമ്മൾ കൈകൾ കൊണ്ടെടുത്ത് നമ്മൾ ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ ജപമാലയുടെ ഓരോ മണികളും നമ്മുടെ വിരലുകളുടെ നടുവിലാണ്. 2 മക്കബയർ 8:18 പറയുന്നു, അവർ ആയുധത്തിലും സാഹസിക കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തന്നെ അങ്കുലിന് ചലനം കൊണ്ട് തറവറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഒരു വിരലുകൾ കൊണ്ട് ലോകം മുഴുവനിലുള്ള ശത്രുക്കളെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന ദൈവം 2 വിരലുകൾ കൊണ്ട് പടപൊരുതി പിശാചിന്റെ അടിമത്തത്തെ തകർക്കാൻ സ്വർഗം പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ തന്ന വലിയൊരു ആയുധമാണ് ജപമാല. അതുകൊണ്ട് ജപമാല ചൊല്ലുന്ന ഓരോരുത്തരും ഉത്തമ ബോധ്യത്തോടും ഉറപ്പുള്ള വിശ്വാസത്തോടും കൂടി വേണം ജപമാല ചൊല്ലുവാൻ. ബിഷപ്പ് ഫുൾട്ടൻ ജഷൻ പറയുന്നത് ഇങ്ങനെയാണ്, നന്മ നിറഞ്ഞ മറിയമേ എന്ന ഒരു ജപം സാത്താനെ ഓടിക്കുകയും നരകത്തെ ഭയം കൊണ്ട് വിറപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയുറ്റ പ്രാർത്ഥനയാണ്. വിശുദ്ധ ഡൊമിനിക് ഇങ്ങനെ പറയുന്നു, നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം സാത്താനെതിരെ തൊടുത്തുവിടുന്ന കൂർത്ത അസ്ത്രമാണ്. ഇസ്രായേൽ ജനം യുദ്ധത്തിലായിരുന്ന സമയത്ത് മോശ കൈ വിരിച്ചു നിന്ന സമയങ്ങളിലെല്ലാം ഇസ്രായേൽ ജനം യുദ്ധത്തിൽ ജയിച്ചു. മോശയുടെ കൈ താണപ്പോഴൊക്കെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. എന്നാൽ ജോഷുവയും കൂട്ടരും വന്ന് മോശയുടെ കരം ഉയർത്തിപ്പിടിച്ച സമയത്ത് ഇസ്രായേൽ ജനം വീണ്ടും ജയിച്ചു. അങ്ങനെയെങ്കിൽ കയ്യിലെടുക്കുമ്പം ഒരു ആയുധവും കഴുത്തിലണിയുമ്പം ഒരു ആഭരണവുമാണ് വിശുദ്ധ ജപമാല. നമ്മൾ കൈകളിലെടുത്ത് മുട്ടുകുത്തി കൈ വിരിച്ച് നമ്മൾ ചെല്ലുന്ന ഓരോ മണി ജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സാത്താനെ തകർത്ത് കളയുന്നതാണ്, നരകത്തെ ഭയം കൊണ്ട് വിറപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, ജപമാല കൈകളിൽ ഏന്തി മുട്ടുകുത്തി നിങ്ങളുടെ മുറിക്കകത്ത് നിന്ന് ഈ ജപമാല ഉരുവിടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിലായിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ തകരും. നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്ന, നിങ്ങളുടെ മക്കളെ ഭരിക്കുന്ന തിന്മയുടെ ശക്തികൾ തകരും. അതിനാൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ 2 കാര്യമാണ് പ്രധാനപ്പെട്ടത്. 1, ഉറപ്പുള്ള വിശ്വാസം വേണം. 2, ഉത്തമമായ ബോധ്യം വേണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.